Hi all, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിനി ഈ അവധിക്കാലത്ത് എല്ലാവരും പ്രയാസമെന്ന് പറയുന്ന ഗ്രാമർ ഏറ്റവും ലളിതമായിട്ട് ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഗ്രാമർ. ഗ്രാമർ പഠിച്ചാലുള്ള ഗുണം നമുക്ക് വളരെ കുറഞ്ഞ പദങ്ങൾ മാത്രമേ നമ്മളെ കൈവശമുള്ളെങ്കിലും തെറ്റുകൂടാതെ അവ പ്രയോഗിക്കാനുള്ള കഴിവ് നമുക്ക് ആർജിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. 1000 വേർഡ്സ് സ്വന്തമായി ഉള്ള ഒരാളെക്കാളും ഒരു 200-300 വേർഡ്സ് സ്വന്തമായുള്ള ഒരാൾക്ക് ഗ്രാമർ അറിയുമെങ്കിൽ അയാൾക്കത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഗ്രാമർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ നമുക്ക് എന്താണ് ഗ്രാമർ എന്ന് നോക്കാം. ഗ്രാമർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആണ് പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. GRAMMER എന്ന് പറയാൻ ചിലപ്പോൾ തോന്നും, പക്ഷേ GRAMMAR എന്നാണ് ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ്. അത് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. ഗ്രാമർ എന്ന സ്പെല്ലിങ്ങിൽ കണ്ടില്ലേ, AMMA അമ്മ എന്നൊരു വാക്ക് ഗ്രാമറിനകത്ത് കാണുന്നെങ്കിൽ ആ സ്പെല്ലിംഗ് കറക്റ്റായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് GRAMMAR. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് അമ്മ എന്ന ഈ വാക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം, സ്പെല്ലിംഗ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ സി അൻ അമ്മ ഇൻ ദ വേർഡ് ഗ്രാമർ. അപ്പോൾ ഇനി നമുക്ക് എന്തായിരിക്കും ഗ്രാമർ എന്ന് നമുക്ക് നോക്കാം. ഗ്രാമർ യഥാർത്ഥത്തിൽ ഒരു ഭാഷയുടെ അടിസ്ഥാനമാണ്. ഒരു ഭാഷയുടെ ഒരു വീടിൻ്റെ അടിത്തറ പോലെ, ബേസ്മെൻറ്റ് പോലെ, അടിത്തറ പോലെ, ഫൗണ്ടേഷൻ പോലെ ഒന്നാണ് ലാംഗ്വേജിൻ്റെ അടിത്തറയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന ഏതൊരാളും പഠിക്കുന്നത് വാക്കുകളെ ഇങ്ങനെ തരംതിരിക്കാനാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളെ, ലക്ഷോപലക്ഷം വാക്കുകളെ നമ്മുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, ഇതെന്താണെന്ന് അറിയുമോ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ വരും. അപ്പോൾ പാർട്സ് എന്ന് പറയുന്നതിൻ്റെ ഭാഗങ്ങൾ എന്നാണ്, സ്പീച്ചിയുടെ ശബ്ദമാണ്. ഇംഗ്ലീഷ് വാക്കുകളെല്ലാം പല ശബ്ദങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ആ ശബ്ദങ്ങളെ നമ്മൾ എത്ര എണ്ണമാക്കി തിരിച്ചു വയ്ക്കുന്നതും അതെന്താണെന്നുള്ള പഠിത്തമാണ് ഗ്രാമർ. അപ്പോൾ ഗ്രാമർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ ഉപയോഗം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ ഉപയോഗം പഠിക്കുന്നതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് ആക്ച്വലി ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് അക്കോർഡിംഗ് ടു ദർ യൂസ്. അപ്പോൾ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കുകളെ തരംതിരിക്കുക. സോ വി ക്യാൻ ക്ലാസിഫൈ ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ ടു മെനി കൈൻഡ്സ് ആൻഡ് ക്ലാസസ് അക്കോർഡിംഗ് ടു ദർ യൂസ്. ദേ ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചാൽ വാക്കുകളെ തരംതിരിക്കുക. എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ആകെയുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലെ ലക്ഷോപലക്ഷം വാക്കുകളെ നമുക്ക് ആകെ 8 ഗ്രൂപ്പാക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇത് മാത്രം നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു വെക്കാം. അപ്പോൾ എന്താണ് ഗ്രാമർ? ഗ്രാമർ ഒരു ഭാഷയുടെ അടിസ്ഥാനമാണ്. എന്തിനാണ് ഗ്രാമർ? നന്നായി എഴുതാനും തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കാനും സഹായിക്കുന്ന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഗ്രാമർ. ഗ്രാമർ ഒരു ശാസ്ത്രമാണ്. ഇറ്റ്സ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ബോത്ത് ഇൻ കോൺവെർസേഷൻ ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗ്രാമർ ഒരു ശാസ്ത്രമാണെന്നും പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നും, പാർട്സ് ഓഫ് സ്പീച്ച് എന്നാൽ വാക്കുകളെ തരംതിരിക്കലാണെന്നും നമുക്കറിയാം. ഇനി 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? നൗൺ, പേരിനെ സൂചിപ്പിക്കുന്ന പദം. നാമം, പ്രൊനൗൺ, സർവനാമം, നാമത്തിന് പകരം നിൽക്കുന്ന പദങ്ങൾ, പേരിന് പകരം നിൽക്കുന്നവയാണ് പ്രൊനൗൺ. അടുത്തത് അഡ്ജക്റ്റീവ്, നാമത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ, പേരിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. അടുത്തത് വേർബ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നവ, ക്രിയ, ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇനി ആഡ്വേർബ്, ക്രിയാവിശേഷണം, പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ, പ്രപ്പൊസിഷൻ, ഗതി, 2 വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രപ്പൊസിഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻ, 2 സെൻറ്റൻസുകളെയാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ 2 സെൻറ്റൻസുകളെ ചേർത്തെഴുതാൻ സഹായിക്കുന്ന പദങ്ങളാണ് കൺജങ്ഷൻ. ഏറ്റവും അവസാനത്തത്
ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സഡൻ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ പല ശബ്ദങ്ങളായിട്ട്, ഓ വാവ് എന്നൊക്കെ പറയുന്ന, അങ്ങനെയുള്ള അലാസ് എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങൾ. അപ്പോൾ നമ്മൾ സഡനായിട്ടുള്ള ഇമോഷൻസ്, അപകടങ്ങളോ മറ്റൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ഉണ്ടാക്കുന്ന നമ്മൾ അയ്യോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, ഓ വാവ് എന്നൊക്കെ പറയുന്ന അത്തരം ശബ്ദങ്ങളൊക്കെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയും. അപ്പോൾ നോക്കാം. നാമം, നൗൺ, പ്രൊനൗൺ, ആഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. സോ ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇനിയുള്ള ഓരോ ക്ലാസ്സിലും നമുക്ക് ഈ ഗ്രാമർ സെഗ്മെൻറ്റുകൾ പഠിക്കാം. ഈ അവധിക്കാലം കൊണ്ട് നമ്മൾ ഗ്രാമർ ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ച് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ സുഗമമായിട്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഗ്രാമർ പഠിക്കേണ്ടതില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്യും. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് ഭംഗിയായി ഉപയോഗിക്കണമെങ്കിൽ ഗ്രാമർ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്കല്ലാതെ മറ്റൊരു സ്ഥലത്തൊന്നും ഇത് കിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഇതിൽ ഓരോ സെഗ്മെൻറ്റായിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.